നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ധാരാളം ഉപഭോക്താക്കൾ LED ബൾബുകൾക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളിൽ ഇനി എത്ര പേർക്ക് ബൾബ് വിതരണം ചെയ്യാനുണ്ട് എന്ന് കണ്ടെത്തുക എന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. FFKയുടെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളിൽ ധാരാളം പേർക്ക് ഇതിനോടകം ബൾബ് വിതരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാത്ത ഉപഭോക്താക്കളും ബൾബുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളിൽ ഇനിയും ബൾബ് കൈപ്പറ്റാത്ത ഉപഭോക്താക്കളെ കണ്ടുപിടിച്ച് അവർക്ക് സ്റ്റോക്കിലുള്ള ബൾബുകൾ വിതരണം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനായിട്ട് ഒരുമാനറ്റിൽ നിന്ന് ലഭിക്കുന്ന 2 റിപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമാണ്. അതിലൊന്ന് FFK രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സിൻ്റെ റിപ്പോർട്ട്, ഇതുവരെ ബൾബുകൾക്കായിട്ട് രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ ഒരു ലിസ്റ്റ്. അതുപോലെ തന്നെ ഇതിനോടകം ബൾബ് വിതരണം ചെയ്ത് കഴിഞ്ഞ ഉപഭോക്താക്കളുടെയും ഒരു ലിസ്റ്റ്, അതായത് LED സെയിൽ റിപ്പോർട്ട്, നാളിതുവരെ ബൾബുകൾ വിതരണം ചെയ്ത ഉപഭോക്താക്കളുടെ ലിസ്റ്റ്. ഈ 2 റിപ്പോർട്ടുകൾ വച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെയും രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെയും രജിസ്റ്റർ ചെയ്തിട്ട് ഇനിയും ബൾബ് വാങ്ങിക്കാനുള്ള ഉപഭോക്താക്കളുടെയും ലിസ്റ്റ് തയ്യാറാക്കാം. ഇത് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ 2 ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് VLOOKUP ആണ്. അതിന് ഒരു റാപ്പർ ഫംഗ്ഷനും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് if error എന്ന് പറയുന്ന ഒരു റാപ്പർ ഫംഗ്ഷൻ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നമ്മൾ ഈ പറഞ്ഞ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിക്കാത്ത ഉപഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ LibreOffice കാൽക്കിലോ OpenOffice കാൽക്കിലോ ഇത് ചെയ്തു നോക്കാവുന്നതാണ്. ഈ ഫംഗ്ഷനുകൾ തന്നെ, അതായത് VLOOKUPും if error ഫംഗ്ഷനുകളും തന്നെ അവിടെ ഉപയോഗിച്ച് യാതൊരു വ്യത്യാസവും കൂടാതെ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഉബുണ്ടുവിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് നോക്കാം. വീഡിയോ ചെയ്ത് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നമുക്ക് 2 ലിസ്റ്റുകൾ, 2 റിപ്പോർട്ടുകൾ ഞാനിവിടെ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഇതൊരു സാമ്പിൾ ഡാറ്റ സെറ്റാണ്. ഈ സാമ്പിൾ ഡാറ്റ സെറ്റിൽ ഏകദേശം നമ്മൾ 928 ഉപഭോക്താക്കളാണ് LED ബൾബിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സാമ്പിൾ ഡാറ്റ സെറ്റ് അനുസരിച്ചിട്ട് 928 ഉപഭോക്താക്കൾ LED ബൾബിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു ഷീറ്റിൽ ഞാൻ ഈ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് സെയിൽ റിപ്പോർട്ടാണ്. സെയിൽ റിപ്പോർട്ടിൽ ഏകദേശം 2589 പേര് ഇതിനോടകം ബൾബ് വാങ്ങിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. സെയിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഓർക്കുക, രജിസ്റ്റേർഡിൽ നമുക്ക് 928 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ സെയിൽ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് 2589 പേര് ഓൾറെഡി LED ബൾബുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് അനുസരിച്ച് ആദ്യം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയവരുടെ ലിസ്റ്റ് തയ്യാറാക്കാം. രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റ്, ആ ഉപഭോക്താക്കളുടെ കൺസ്യൂമർ നമ്പർ നമുക്ക് ഇവിടെ കൺസ്യൂമർ നമ്പറോ പേരോ നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഒന്ന് VLOOKUP ആണ്, രണ്ടാമത് if error ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് VLOOKUP വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് കണ്ടെത്തുകയാണ് നമ്മളുടെ ടാസ്ക്. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്.
ഇതിനായിട്ട് നമ്മൾ VLOOKUP എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. VLOOKUP എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ വാല്യൂ നമ്മൾ കൊടുക്കുന്ന ഒരു കീ വാല്യൂ ഒരു റേഞ്ചിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ആ മാച്ചിങ് റോയുടെ ഏതെങ്കിലും ഒരു കോളത്തിലെ വാല്യൂ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സെർച്ച് കീ ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് #NA എന്നുള്ള ഒരു എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കാൻ പോകുന്നത് നമ്മൾ സെയിൽ റിപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെയിൽ റിപ്പോർട്ടിലെ കൺസ്യൂമർ നമ്പർ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ കൺസ്യൂമറെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ബൾബ് വാങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മൾ VLOOKUP എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈക്വൽ സൈൻ പ്രസ് ചെയ്യുക. ഈക്വൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു VLOOKUP. ഇനി കൺസ്യൂമർ നമ്പറാണ് നമുക്ക് സെർച്ച് ചെയ്യുന്നത്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ നമ്പറാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് C2യിലുള്ള കൺസ്യൂമർ നമ്പർ നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ടേബിൾ അറേ ആണ്. എവിടെ പോയാണ് ഈ കൺസ്യൂമർ ഉണ്ടോ ഇല്ലയോ എന്ന് ഏത് ലിസ്റ്റിലാണ് നോക്കേണ്ടത്. അതിനെ നമ്മൾ രജിസ്റ്റേർഡ് ഉപഭോക്താക്കളുടെ ഷീറ്റിലേക്ക് പോകുന്നു. അവിടെ ആ ഷീറ്റിൽ നിന്നും നമ്മൾ കൺസ്യൂമർ നമ്പറും പേരും അടങ്ങിയ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ആ റേഞ്ചിൽ കൺസ്യൂമർ നമ്പർ B2 മുതൽ C99 അതായത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉപഭോക്താക്കളുടെയും ലിസ്റ്റ് നമ്മൾ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ റേഞ്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്ത് പോകാതിരിക്കാൻ നമ്മൾ ആ റേഞ്ചിനെ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്യാനായിട്ട് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം F4 പ്രസ് ചെയ്യുക. F4 പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് $to $929 എന്നുള്ളൊരു റേഞ്ചിലേക്ക് ഫിക്സഡ് റെഫറൻസിലേക്ക് വരും. അതിനുശേഷം നമ്മൾ അതിനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ കിട്ടേണ്ടത് ഈ കൺസ്യൂമർ നമ്പർ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ ആ കൺസ്യൂമറുടെ പേരാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ കോളം നമ്പർ 2 കൊടുക്കുന്നു. അതായത് ആ ലിസ്റ്റിലെ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിൽ B2ഉം C2 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. B2ലെ കൺസ്യൂമർ നമ്പറാണ്, C2ലെ കൺസ്യൂമറുടെ പേരാണ്. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ കോളമാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫോൾസ് എന്നൊരു ആർഗ്യുമെന്റ് കൂടെ അവിടെ പാസ് ചെയ്യുകയാണ്. ഫോൾസ് എന്നൊരു വാല്യൂം കൂടെ സ്പെസിഫൈ ചെയ്യുകയാണ്. ഫോൾസ് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് മാച്ച് മാത്രം റിട്ടേൺ ചെയ്താൽ മതി. നമ്മൾ കൺസ്യൂമർ നമ്പർ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസ്യൂമറിനെ മാച്ച് ചെയ്യുന്ന ഒരു കൺസ്യൂമർ നമ്പർ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്താൽ മതി. നമ്മൾ ഫോൾസ് മാറി ട്രൂ ആണ് പറയുന്നതെങ്കിൽ അത് ഒരു എക്സാക്റ്റ് മാച്ച് കണ്ടില്ലെങ്കിൽ പാർഷ്യൽ മാച്ച് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുമ്പോൾ അത് നമ്മുടെ റിപ്പോർട്ട് തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഫോൾസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എക്സാക്റ്റ് മാച്ച് ഉള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് VLOOKUP എന്നുള്ള ഫംഗ്ഷൻ ഓപ്പൺ പാരന്തസിസ് ഓപ്പൺ ചെയ്തു. C2 എന്ന് പറയുന്നത് നമ്മുടെ സെയിൽ റിപ്പോർട്ടിലുള്ള ആദ്യത്തെ കൺസ്യൂമർ നമ്പറാണ്. ആ കൺസ്യൂമർ നമ്പർ രജിസ്റ്റേർഡ് ലിസ്റ്റിലുള്ള B2 മുതൽ C929 വരെയുള്ള ലിസ്റ്റിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് ഈ C2 ഉള്ള കൺസ്യൂമർ നമ്പർ രജിസ്റ്റേർഡ് ഷീറ്റിലുള്ള B2 മുതൽ C929 വരെയുള്ള ലിസ്റ്റിൽ ഈ കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ ആ കൺസ്യൂമറുടെ പേര് റിട്ടേൺ ചെയ്യും. അതിനാണ് നമ്മളിവിടെ 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 എന്ന് പറയുന്നത് നമ്മൾ 2 കോളങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ കോളമാണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമ്മൾ Bയും Cയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ C കോളമാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ആ കോളത്തിൻ്റെ ഫാൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാക്റ്റ് മാച്ചാണ്. എക്സാക്റ്റ് കൺസ്യൂമർ നമ്പർ മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ആ ഫോർമുല കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ആ ഫോർമുല നമ്മൾ ഫസ്റ്റ് മാച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് MM വർഗീസ് എന്ന് പറയുന്ന ഈ കൺസ്യൂമർ 7612 എന്ന് കൺസ്യൂമർ നമ്പറിൽ അവസാനിക്കുന്ന കൺസ്യൂമർ രജിസ്റ്റർ ചെയ്തിട്ടാണ് അദ്ദേഹം 3 ബൾബുകൾ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോർമുല താഴത്തേക്ക് ഫില്ല് ചെയ്യാം. താഴത്തേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഉപഭോക്താക്കളുടെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് #NA എന്നുള്ള ഒരു എറർ വന്നിട്ടുണ്ട്. ദാ ഇവിടെ നിങ്ങോട്ട് #NA എന്ന് വന്നിരിക്കുന്നു.
ഇതിനർത്ഥം ഈ ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ, അതായത് ഇവിടെ ഉദാഹരണമായിട്ട് 5743 എന്ന് പറയുന്ന കൺസ്യൂമർ രജിസ്റ്റർ ചെയ്യാതെയാണ് ബൾബ് വാങ്ങിയിരിക്കുന്നത്. ഈ കൺസ്യൂമർ നമ്പർ രജിസ്റ്റർ ചെയ്ത ലിസ്റ്റിൽ ഇല്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ഈ ഒരു എറർ വരുന്നതിന് പകരം ഈ ഫോർമുലയെ കുറച്ചും കൂടി ഒന്ന് പരിഷ്കരിച്ചിട്ട് നമുക്ക് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കൂടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ VLOOKUPനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. അതിന് നമ്മളൊരു റാപ്പർ ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്യുന്നു. ഇതിനെ ഒന്ന് നെസ്റ്റ് ചെയ്തുകൊണ്ട് ഇഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് ഈക്വൽ സൈൻ ഇടയ്ക്ക് ഇഫ് എറർ, അതായത് VLOOKUP ഒരു കൺസ്യൂമർ നമ്പർ സെർച്ച് ചെയ്യുകയാണ്. ആ സെർച്ച് ചെയ്യുന്ന കൺസ്യൂമർ നമ്പർ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതൊരു എററാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ എറർ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഉപഭോക്താവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഇഫ് എറർ ആണെങ്കിൽ നമ്മൾ അതിനെ ആ എററിനെ ക്യാച്ച് ചെയ്തിട്ട് അവിടെ നമ്മളൊരു മെസ്സേജ് തന്നെ ഒരു ഡിസ്പ്ലേ ചെയ്യുവാണ്, അൺരജിസ്റ്റേർഡ്. അപ്പോൾ നമ്മളതിനെ ആ ഫംഗ്ഷനിൽ നിന്ന് VLOOKUP എന്നുള്ള ഫംഗ്ഷനെ റാപ്പ് ചെയ്തുകൊണ്ട് ഇഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഇഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് VLOOKUP ഒരു എറർ റിട്ടേൺ ചെയ്യുവാണെങ്കിൽ അത് എന്ത് ഔട്ട് ചെയ്യും? ഈ അൺരജിസ്റ്റേർഡ് എന്നുള്ള മെസ്സേജ് അത് പ്രിന്റ് ചെയ്യും. VLOOKUPൽ ഒരു മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ VLOOKUP ആ മാച്ചിന് ഉള്ള കൺസ്യൂമറുടെ പേര് റിട്ടേൺ ചെയ്യും. VLOOKUP ഒരു മാച്ച് കിട്ടിയില്ലെങ്കിൽ അതൊരു എറർ റിട്ടേൺ ചെയ്യും. ആ എററിനെ ക്യാച്ച് ചെയ്തിട്ട് അത് അൺരജിസ്റ്റേർഡ് എന്ന് ഇഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോർമുല കുറച്ചും കൂടെ മോഡിഫൈഡ് ആയി. നമുക്കത് താഴത്തേക്ക് ഫില്ല് ചെയ്യാം. താഴത്തേക്ക് ഫില്ല് ചെയ്യുമ്പോൾ നോക്കുക, അൺരജിസ്റ്റേർഡ് എന്നുള്ള നേരത്തെ #NA എന്ന് വന്ന സ്ഥലങ്ങളിലൊക്കെ എന്തായി? അൺരജിസ്റ്റേർഡ് ആണ്. അതായത് ഇത്രയും ഉപഭോക്താക്കൾ, ഏതാണ്ട് ഒരു മെജോറിറ്റി ഓഫ് കൺസ്യൂമേഴ്സും രജിസ്റ്റർ ചെയ്യാതെയാണ് ബൾബുകൾ വാങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഏകദേശം നമുക്ക് എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, COUNTIF. റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ റേഞ്ചിലുള്ള റേഞ്ച് സെലക്ട് ചെയ്തിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുന്നു. അതിൽ അൺരജിസ്റ്റേർഡ് നമുക്ക് ആവശ്യമില്ല. ഏകദേശം 2384 ഉപഭോക്താക്കളും രജിസ്റ്റർ ചെയ്യാതെയാണ് ഈ ലിസ്റ്റ് പ്രകാരം ബൾബ് വാങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2384 ഉപഭോക്താക്കളും രജിസ്റ്റർ ചെയ്യാതെയാണ് ബൾബ് വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിസ്റ്റിൽ നിന്നും, ഒരു ലാർജ് ലിസ്റ്റിൽ നിന്നും വേറൊരു ലിസ്റ്റുമായി കമ്പയർ ചെയ്ത് ഇതിനകത്തുള്ള വാല്യൂസ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് ഒരു റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷൻ VLOOKUP ആണ്. VLOOKUP എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് സെയിൽ റിപ്പോർട്ടിലെ ഒരു കൺസ്യൂമർ നമ്പർ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ഉണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ലിസ്റ്റിലെ പ്രസ്തുത ഉപഭോക്താവിൻ്റെ പേര് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഇല്ലാത്ത ഉപഭോക്താക്കൾക്ക് അൺരജിസ്റ്റേർഡ് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ടാസ്കിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അൺരജിസ്റ്റേർഡ് ഉപഭോക്താക്കളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അൺരജിസ്റ്റേർഡ് ഉപഭോക്താക്കളുടെ ലിസ്റ്റ് റാൻഡം ആയിട്ടാണ്, പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്. ഇടയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുണ്ട്. അപ്പം ഇതിനെല്ലാം ഒന്ന് അടുപ്പിച്ച് അടുത്തടുത്ത് കൊണ്ടുവരുന്നതിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. നമുക്കിതിനൊന്ന് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യുമ്പം അൺരജിസ്റ്റേർഡ് എല്ലാം ഏറ്റവും ആദ്യം തന്നെ വരാൻ വേണ്ടിയിട്ട്, അൺരജിസ്റ്റേർഡ് ഉപഭോക്താക്കളെല്ലാം ആദ്യം തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അൺരജിസ്റ്റേർഡിൻ്റെ ആദ്യത്തെ ഫോർമുല G2 ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. അൺരജിസ്റ്റേർഡിൻ്റെ മുമ്പ് ഒരു സ്പേസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. ആ ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്പേസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ ഈ ഫോർമുല താഴത്തേക്ക് കോപ്പി ചെയ്യുവാണ്. താഴത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ അൺരജിസ്റ്റേർഡിന് മുമ്പ് ഒരു സ്പേസും കൂടെ ഇൻസേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡാറ്റ സെറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്യാനായിട്ട് ഡാറ്റ പാനലിലെ സോർട്ട് എന്നുള്ള കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോർട്ട് എന്നുള്ള കമാൻഡിൽ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് കോളം എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സ് ആണ്. അതായത് G
കോളം വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ സോർട്ട് ചെയ്തും A to Z തന്നെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ അൺരജിസ്റ്റേർഡ് ഉപഭോക്താക്കളെല്ലാം ഇവിടെ സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അൺരജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സ് സോർട്ട് ചെയ്ത് അടുത്തടുത്ത ലിസ്റ്റിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൻ്റെ അവസാനമാണ് ശരിക്കും രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾ, രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയ ഉപഭോക്താക്കൾ ഉള്ളത്. അതാ ഇവിടെ മുതൽ ഈ AC ജോസഫ് എന്ന് പറയുന്ന ഉപഭോക്താവ് മുതലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഉപഭോക്താവിൻ്റെ ഇത്രയും, അതായത് ഇത്രയും ഉപഭോക്താക്കളാണ് രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അൺരജിസ്റ്റേർഡ് ഉപഭോക്താക്കളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങാത്ത ഉപഭോക്താക്കളുടെ ലിസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തതിൽ ബൾബ് വാങ്ങിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും പേരാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 205 പേരാണ് ഈ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിട്ടുള്ളത്. അതായത് രജിസ്റ്റർ ചെയ്ത കൺസ്യൂമറുടെ എണ്ണം എന്ന് പറയുന്നത് 928 928 കൺസ്യൂമേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിരിക്കുന്നത് വെറും 205 പേര് മാത്രമാണ്. ബാക്കിയുള്ളവർ ബൾബ് വാങ്ങാനുള്ളവരാണ്. അപ്പോൾ അവർ ഈ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ നിന്നും ബൾബ് വാങ്ങിയവരെ ബൾബ് വാങ്ങാത്തവരെ തരംതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ലിസ്റ്റാണ്, 928 ഉപഭോക്താക്കളുള്ള ഒരു ലിസ്റ്റാണ്. ഇതിൽ ബൾബ് വാങ്ങിയവരെയും വാങ്ങാത്തവരെയും തരംതിരിച്ചെടുക്കുക. അപ്പോൾ വാങ്ങാത്തവരെ തരംതിരിച്ചെടുത്താൽ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്ത് അവർക്ക് ബൾബ് വിതരണം ചെയ്യാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സിൽ നിന്നും ബൾബ് വാങ്ങിയവരെയും വാങ്ങാത്തവരെയും തരംതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൺസ്യൂമർ നമ്പർ ഉണ്ട്, രജിസ്റ്റേർഡ് ലിസ്റ്റിൽ കൺസ്യൂമർ നമ്പർ ഉണ്ട്, വാങ്ങിയവരെ കണ്ടുപിടിക്കാൻ നമുക്ക് സെയിൽ റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു VLOOKUP എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. VLOOKUP എന്നുള്ള ഫംഗ്ഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺസ്യൂമർ നമ്പർ, രജിസ്റ്റർ ചെയ്ത ലിസ്റ്റിലെ ഒരു കൺസ്യൂമർ നമ്പർ സെയിൽ റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. രജിസ്റ്റർ ചെയ്തതിൽ കൺസ്യൂമർ നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു, ഇനി സെയിൽ റിപ്പോർട്ടിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയ ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ തൊട്ട് ഇത്രയും ഉപഭോക്താക്കളാണ് രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിരിക്കുന്നത്. ഏകദേശം 205 പേരുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തു. ഈ റേഞ്ച് നമ്മളൊന്ന് ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തിട്ട് ഇനി കൺസ്യൂമർ നമ്പർ തന്നെയാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. നമ്മൾ ഒരു കോളമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, C എന്നുള്ള കോളം മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ആ കൺസ്യൂമർ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയ ഉപഭോക്താവിൻ്റെ ലിസ്റ്റ് കൺസ്യൂമർ നമ്പർ തന്നെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾസ് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഫോൾസ് എന്ന് പറയുന്നത് എക്സാക്റ്റ് കൺസ്യൂമർ നമ്പർ മാച്ച് ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊടുത്തു. ഇതിൽ ആദ്യത്തെ കണ്ടു T ബാബുജി എന്ന് പറയുന്ന ആൾ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിട്ടുള്ളതാണ്. സെയിൽ റിപ്പോർട്ടിലുമുണ്ട്. ഈ ഫോർമുല നമുക്ക് താഴത്തേക്ക് കോപ്പി ചെയ്യാൻ, താഴത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ #NA എന്നുള്ള എറർ വന്നിരിക്കുന്ന ഈ കൺസ്യൂമേഴ്സ് എല്ലാം NA എന്ന് വന്നിരിക്കുന്നത് എന്താ, ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ തോമസ് എന്ന് പറയുന്ന കൺസ്യൂമർ സെയിൽ റിപ്പോർട്ടിലില്ല. അതിനർത്ഥം ഇയാൾ രജിസ്റ്റർ ചെയ്തു പക്ഷേ ബൾബ് വാങ്ങിയിട്ടില്ല. അനന്തു എന്ന് പറയുന്ന കൺസ്യൂമർ ഇവിടെ #NA എന്നുള്ള എററാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം അനന്തു രജിസ്റ്റർ ചെയ്തു പക്ഷേ ബൾബ് വാങ്ങിയിട്ടില്ല. അശോകൻ എന്ന് പറയുന്ന കൺസ്യൂമറിൻ്റെ ഇവിടെ എററാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം അശോകൻ രജിസ്റ്റർ ചെയ്തു ബൾബ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ എറർ വരുന്നതൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇഫ് എറർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇഫ് എറർ ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. VLOOKUPനെ നമ്മൾ അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അൺരജിസ്റ്റേർഡ് എന്നല്ല, പകരം നോട്ട് ഇഷ്യൂഡ് എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ നോട്ട് ഇഷ്യൂഡ് എന്ന് കൊടുക്കുന്നു. ആസ് യൂഷ്വൽ നമ്മൾ ആ നോട്ടിന് മുമ്പ് ഒരു സ്പേസും കൂടെ ചേർത്ത് വയ്ക്കുന്നു. കാരണം നോട്ട് ഇഷ്യൂഡ് എല്ലാം ഏറ്റവും മേളിൽ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പേസും കൂടെ കൊടുക്കുന്നു. നോട്ട് ഇഷ്യൂഡ്, അതായത് ബൾബ് വാങ്ങിയിട്ടില്ല എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആ ഫോർമുല നമ്മൾ മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഫോർമുല താഴത്തേക്ക് ഒന്നും കൂടെ കോപ്പി ചെയ്യുകയാണ്. ഒന്നും കൂടെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. ഇഫ് എറർ വരികയാണെങ്കിൽ സ്പേസ് നോട്ട് ഇഷ്യൂഡ് എന്ന മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ വരുന്നു. ഈ ഫോർമുല താഴത്തേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. താഴത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ
LED ബൾബ് രജിസ്റ്റർ ചെയ്തിട്ട് വാങ്ങാത്തവരുടെ നേരെയൊക്കെ എന്ത് വന്നിട്ടുണ്ട്? നോട്ട് ഇഷ്യൂഡ് എന്ന് വന്നിട്ടുണ്ട്. നോട്ട് ഇഷ്യൂഡ് എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കോളം ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോർമാറ്റിംഗ് പ്രിൻ്റർ എടുത്ത് ഫോർമാറ്റ് കോപ്പി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാം. ഈ ലിസ്റ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എടുത്ത് നമ്മൾ കോളം എഫ് വെച്ച് സോർട്ട് ചെയ്യുന്നു. എഫിലാണ് നമുക്ക് അതുള്ളത്. കോളം എഫ് വെച്ച് നമ്മൾ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LED ബൾബ് വാങ്ങിയ ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ്, രജിസ്റ്റർ ചെയ്തിട്ട് LED ബൾബ് വാങ്ങിയ ആൾക്കാരുടെ ലിസ്റ്റ് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വന്നിരിക്കുന്നത് ഏകദേശം 722 പേര്, 722 ഉപഭോക്താക്കൾ ഈ നോട്ട് ഇഷ്യൂഡ് ലിസ്റ്റിലുണ്ട്. അതിനർത്ഥം ഇത്രയും ഉപഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ട് നമുക്ക് ഇവർക്ക് ബൾബ് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ലിസ്റ്റ് എടുത്തത്. നമ്മൾ 3 ലിസ്റ്റ്, തത്വത്തിൽ നമ്മൾ 3 ലിസ്റ്റ് നമുക്ക് കിട്ടി. രജിസ്റ്റർ ചെയ്യാതെ ബൾബ് വാങ്ങിയവരുടെ ലിസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ എടുത്തു. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങിയവരുടെ ലിസ്റ്റ് കിട്ടി നമുക്ക്. പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങാത്തവരുടെ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നോട്ട് ഇഷ്യൂഡ് എന്നുള്ള അനുസരിച്ച് ഇത്രയും കൺസ്യൂമേഴ്സാണ് രജിസ്റ്റർ ചെയ്തിട്ട് ബൾബ് വാങ്ങാത്തവരുടെ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഫംഗ്ഷനുകൾ, നമ്മൾ 2 ഫംഗ്ഷനുകളാണ് ഉപയോഗിച്ചത്. രണ്ട് ഫംഗ്ഷനുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒന്ന് VLOOKUP, ഒന്ന് ഇഫ് എറർ എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ ഫംഗ്ഷനുകൾ, ഈ ഫോർമുല നമുക്ക് ഇതുപോലെ തന്നെ, ഈ ഫോർമുല നമുക്ക് നമ്മൾ എക്സലിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് കാൽക്കിലും, അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ ലിബ്രെ ഓഫീസ് കാൽക്കിലോ ഓപ്പൺ ഓഫീസ് കാൽക്കിലോ ഉപയോഗിക്കാവുന്നതാണ്. ഈ VLOOKUPും ഇഫ് എററും ഒരുപോലെ തന്നെ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്ത ഒരു പ്രത്യേക കാര്യം, ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം എന്തെന്ന് പറയുന്നത്, സെയിൽ റിപ്പോർട്ട് നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സാധാരണ നമ്മളൊരു ഫോർമുല താഴത്തേക്ക് വലിക്കുമ്പോൾ ആ കോളം റോ നമ്പർ ഇൻക്രീസ് ചെയ്ത് വരാറുണ്ട്. റെഫറൻസ് ഇൻക്രീസ് ചെയ്ത് ഓരോ റോയുടെയും റോ നമ്പർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ലിസ്റ്റ് ഒരിക്കലും മാറുന്നില്ല. സെർച്ച് ചെയ്യേണ്ട ലിസ്റ്റ് എപ്പോഴും ആദ്യം തൊട്ട് അവസാനം വരെ ഫിക്സ് ആയി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ റേഞ്ചിനെ നമ്മൾ ഫിക്സ് ചെയ്തത്. ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ F4 എന്നുള്ള ഫംഗ്ഷൻ കീ ആണ് ഉപയോഗിച്ചത്. $sign അബ്സല്യൂട്ട് റെഫറൻസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ F4 പ്രസ് ചെയ്തത്. മറ്റ് ഇതൊന്നുമില്ല. VLOOKUP എറർ റിട്ടേൺ ചെയ്താൽ ഇഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ ആ എററിന് പകരം നോട്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.